Hello students, welcome to LTM. Today we'll be discussing the fourth chapter, Landscape of the Soul from Hornbill textbook. It's written by Nathaniel Trevorrow. നഥായൽ ട്രൂവറോയ് ഒരു യൂറോപ്യനാണ്, ഒരു ആർട്ട് ഹിസ്റ്റോറിയനാണ്. നഥായൽ എല്ലാം സ്റ്റഡി ചെയ്യുന്ന ആർട്ടിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ പെയിൻറ്റേഴ്സിൻ്റെ സൈക്കോളജിയും പല പെയിൻറ്റിങ്സും തമ്മിൽ, പല റീജിയനിലെ പെയിൻറ്റിങ്സ് തമ്മിലുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളുമാണ് നഥായൽ നോക്കുന്നത്. അതിനെപ്പറ്റി സ്റ്റഡി നടത്തുന്നതും അവരുടെ ഒരു സൈക്കോളജി എന്താണെന്നും ആ പെയിൻറ്റിങ്സ് എന്താണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നതെന്നും ഉള്ള കാര്യങ്ങളാണ് നഥായൽ സ്റ്റഡി ചെയ്യുന്നത്. അപ്പം ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കാര്യം ഈ ഒരു ലെസൻ്റെ അകത്ത്, ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ലാൻഡ്സ്കേപ്പ് ഓഫ് ദ സോൾ, ഇതിൻ്റെ അകത്ത് റൈറ്റർ നല്ലൊരു കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ചൈനീസ് പെയിൻറ്റിങ്ങും ഒരു വെസ്റ്റേൺ പെയിൻറ്റിങ്ങിനും തമ്മിലൊരു കമ്പാരിസനാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ചാപ്റ്റർ വായിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പതുക്കെ മനസ്സിലാവുന്നത്. ചാപ്റ്റർ ഇച്ചിരി ടഫാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ഞാൻ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഐ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. സോ ഷാൽ വി സ്റ്റാർട്ട് വിത്ത് ദ ലെസൺ. A wonderful old tale is told about the painter Wu Daozi who lived in the 8th century. ഈ ഫസ്റ്റ് ലൈനിൽ തന്നെ റൈറ്റർ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ചൈനീസ് പെയിൻറ്ററിനെ പറ്റിയാണ്. വു ഡൗസി എന്ന് പറഞ്ഞത് ഹൂ ലിവ്ഡ് ഇൻ 8th century, 8ാമത്തെ സെഞ്ച്വറിയിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ ആ വു ഡൗസിയുടെ പെയിൻറ്റിങ്ങിനെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. ഹിസ് ലാസ്റ്റ് പെയിൻറ്റിംഗ് വാസ് എ ലാൻഡ്സ്കേപ്പ് കമ്മീഷൻഡ് ബൈ ദ ടാങ് എംപറർ സൂൻസോങ് ടു ഡെക്കറേറ്റ് ദ പാലസ് വാൾ. ഇതിൻ്റെ അകത്ത് ടാങ് എംപറർ സ്വാൻസോങ്ങിൻ്റെ പാലസ് വാൾ, അതായത് രാജകൊട്ടാരത്തിൻ്റെ ആ ഒരു വാള്, മതിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെയിൻറ്ററിനോട് ആവശ്യപ്പെട്ടത്. അത് ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പെയിൻറ്റിംഗ് ആയിരുന്നു എന്ന് കൂടെ ഇവിടെ എഴുതി ചേർക്കുന്നുണ്ട്. The master had hidden his work behind a screen, so only the emperor would see it. Wu Daozi അദ്ദേഹത്തിൻ്റെ ആ ഒരു പെയിൻറ്റിങ്, ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്, ലാൻഡ്സ്കേപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആളിൻ്റെ ഒരു മനുഷ്യരൂപം എന്തെങ്കിലും അങ്ങനെ ഒരു ഉണ്ടാക്കും. ലാൻഡ്സ്കേപ്പിൻ്റെ അകത്ത് കുറേ മലകളും മരങ്ങളും വീടുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നതായിരിക്കും ലാൻഡ്സ്കേപ്പിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ് വു ഡൗസിക്ക് നിർബന്ധമായിരുന്നു. പുള്ളി ആ വരയ്ക്കുന്ന പെയിൻറ്റിങ് എംപറർ മാത്രമേ കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്ക്രീനിൻ്റെ പുറകിലായിട്ടായിരുന്നു അത് പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരുന്നതും. ആ വർക്ക് രാജാവിന് മാത്രമേ കാണാൻ പറ്റത്തുള്ളായിരുന്നു. For a long while the emperor admired the wonderful scene, discovering forest, high mountains, waterfalls, clouds floating in an immense sky, men on hilly paths, birds in the flight. ഇമ്മൻസ് സ്കൈ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് സ്കൈയിൽ കുറേ കിളികളും എല്ലാം പറക്കുന്നതായിട്ടുള്ളതും ഫോറസ്റ്റും, അത് എംപറർ വളരെ കൗതുകത്തോടെ ആ വണ്ടർഫുൾ സീനിനെ, അതായത് ആ ലാൻഡ്സ്കേപ്പിൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങിനെ വളരെ കൗതുകത്തോടെ തന്നെ നോക്കി നിന്നു. അതാണ് ഇവിടെ കുറേ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു, ക്ലൗഡ്സ് ഉണ്ടായിരുന്നു, മൗണ്ടൻസും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ അകത്ത്, അതായത് ലാൻഡ്സ്കേപ്പിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നത്. നെക്സ്റ്റ് ലൈനിൽ ലുക്സ് സെഡ് ദ പെയിൻറ്റർ, ഇൻ ദിസ് കേവ് അറ്റ് ദ ഫുട്ട് ഓഫ് ദ മൗണ്ടൻ ഡ്വെൽസ് എ സ്പിരിറ്റ്. The painter clapped his hands and the entrance to the cave opened. ഇതിൻ്റെ അകത്ത് പറയുന്നത് പെയിൻറ്റർ ഇപ്പം രാജാവിനെ ലാൻഡ്സ്കേപ്പിൻ്റെ അകത്തെ
ഒരു മൗണ്ടൻ്റെ താഴേക്ക് ആണ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാണിക്കുന്നത്. അതായത് അവിടെ ഒരു കേവ് പോലെ ഉണ്ട്, ഒരു ഗുഹ പോലെ ഉണ്ട്. ആ ഗുഹയ്ക്ക് ഒരു വാതിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം പെയിൻറ്റർ പറയുന്നത്. അതുപോലെ തന്നെ റൈറ്റർ എഴുതിയപ്പോൾ ഈ ഒരു രീതിയിലാണ്. കാരണം പെയിൻറ്റിങ്ങിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ വായിച്ചു പോകുമ്പോഴത്തേക്ക് ഇതെന്താ ഇങ്ങനെയെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ആ പെയിൻറ്റർ സൂചിപ്പിക്കുന്നത്, അതായത് രാജാവിനോട് പറയുന്നത്, അവിടെ ഒരു സ്പിരിറ്റ് താമസിക്കുന്നുണ്ട്. ആ മൗണ്ടൻ്റെ താഴെ ഒരു ഗുഹയ്ക്കകത്ത് ഒരു സ്പിരിറ്റ് താമസിക്കുന്നുണ്ടെന്നുള്ള ആണ് രാജാവിനോട് പറയുന്നത്. ദെൻ ദ പെയിൻറ്റർ ക്ലാപ്സ് ഹിസ് ഹാൻഡ്, കൈ കൊട്ടും. കൈകൾ തമ്മിൽ കൊട്ടുമ്പോഴത്തേക്ക് ആ കേവിൻ്റേത് എൻട്രൻസ് വാതിൽ തുറക്കുന്നതായിട്ടാണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത്. പക്ഷെ അത് റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ അത് ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ്. ഒരു പെയിൻറ്റിങ്ങിൻ്റെ അകത്ത് നമ്മൾ പോയി കൈ അടിക്കുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഒരു 3Dയോ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു കമ്പ്യൂട്ടർ പെയിൻറ്റിങ്ങും വല്ലതും അങ്ങനത്തെ വല്ലതും നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കങ്ങനെ ആർട്ടിഫിഷ്യൽ, പക്ഷേ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അകത്ത് ഇതൊരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു പെയിൻറ്റിങ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്പിരിറ്റിനെയും കാര്യങ്ങളും ഒന്നും നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ അത് ഒരിക്കലും യാഥാർത്ഥ്യമായിട്ട് കാണാൻ പറ്റത്തില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ ഈ ലൈൻസിൻ്റെ അകത്ത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ റൈറ്റർ എഴുതി ചേർത്തിരിക്കുന്നത്. ഈ ലൈൻസിൻ്റെ അകത്ത് റൈറ്ററിൻ്റെ മൈൻഡാണ് പറയുന്നത്. മൈൻഡും കൊണ്ടാണ് അത് റിയലിസ്റ്റിക് ആയിട്ട് മാറിയിട്ട് ആ പെയിൻറ്ററിൻ്റെ മൈൻഡ് അങ്ങനെ ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അവിടെ ഒരു കേവ് ഉണ്ടെന്നും ആ കേവ് ക്ലാപ്പ് ചെയ്തപ്പോൾ ഓപ്പൺ ആയെന്നും അതിലേക്ക് അദ്ദേഹം എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു സ്റ്റേജിലാണെന്ന് പുള്ളിയുടെ മൈൻഡാണ് അവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ദ ഇൻസൈഡ് ഈസ് സ്പ്ലെൻഡിഡ്. സ്പ്ലെൻഡിഡ് മീൻസ് വെരി ഇംപ്രസീവ്, അല്ലെങ്കിൽ വളരെ സൂപ്പർബായിട്ടുള്ളത്, സൂപ്പറായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത്. ബിയോണ്ട് എനിത്തിങ് വേർഡ്സ് ക്യാൻ കൺവേ. നമ്മുടെ വേർഡ്സിന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ വേർഡ്സ് പോലും ഇല്ല അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയും. പ്ലീസ് ലെറ്റ് മീ ഷോ യുവർ മെജസ്റ്റി ദ വേ. ഇപ്പം പെയിൻറ്റർ രാജാവിന് ആ വഴിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ മൈൻഡിൽ നിന്ന് മൈൻഡിൻ്റെ എൻറ്റയർലി ആ ഒരു മൈൻഡ് കേന്ദ്രീകരിച്ചിട്ടായിരിക്കും അതിലേക്കുള്ള വഴിയിലേക്ക് പോവുകയാണ്. ഇപ്പം പെയിൻറ്റർ പറയുന്ന എല്ലാ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ രാജാവിന് തോന്നുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെത്തി. നെക്സ്റ്റ് ലൈനിൽ ദ പെയിൻറ്റർ എൻറ്റേർഡ് ദ കേവ്. ഇപ്പം ആ പെയിൻറ്റർ രാജാവിനെ കൂടെ ക്ഷണിക്കുവാണ് അതിൻ്റെ അകത്തെ ബ്യൂട്ടി കാണാൻ വേണ്ടിയിട്ട്. അപ്പം പെയിൻറ്റർ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ബട്ട് ദി എൻട്രൻസ് ബിഹൈൻഡ് ഹിം അത് ക്ലോസ് ആയി പോവും. പെയിൻറ്റർ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ വാതിൽ അങ്ങ് അടഞ്ഞു പോവും. ആൻഡ് ബിഫോർ ദി അസ്റ്റോണിഷ്ഡ് എംപറർ കുഡ് മൂവ് ഓർ അട്ടർ എ വേർഡ് ദ പെയിൻറ്റിങ് ഹാഡ് വാനിഷ്ഡ് ഫ്രം ദ വാൾ. ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രാജാവിന് അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ആ കേവിൻ്റെ വാതിൽ അടയുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ സർപ്രൈസ്ഡ് ആയിട്ട് എംപറർ ഇങ്ങനെ നിൽക്കുക, ഒരു വാക്ക് പോലും മിണ്ടാതെ എടുക്കാതെ നിൽക്കുമ്പോഴത്തേക്ക് ആ പെയിൻറ്റിങ് എൻറ്റയർലി വാനിഷായി പോവും. ആ പെയിൻറ്റിങ് കാണാതെ പോവും. അത് ഈ ഒരു സ്റ്റോറി അത് യാഥാർത്ഥ്യമാണോ എന്തോന്ന് വെച്ചാൽ ചൈനീസ് ആൾക്കാർ ബിലീവ് ചെയ്യുന്ന മൈൻഡിൻ്റെ ഒരു വലിയൊരു കാര്യമാണ്. മൈൻഡ് നമ്മുടെ മൈൻഡിൽ എന്ത് സംഭവിക്കുന്നു അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇതൊരു കഥയാണ്, പക്ഷേ ആ ഒരു കഥയെ കൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റർ പറയുന്നത്, നോട്ട് എ ട്രേസ് ഓഫ് വുഡോസി ബ്രഷ് വാസ് ലെഫ്റ്റ് ആൻഡ് ദി ആർട്ടിസ്റ്റ് വാസ് നെവർ സീൻ അഗെയിൻ ഇൻ ദിസ് വേൾഡ്. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ വുഡോസിയെ കാണാനില്ല. അത് കേവിലേക്ക് എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഓൾറെഡി. അത് കഴിഞ്ഞപ്പം വുഡോസിയെ കാണാനില്ല. വുഡോസിയുടെ ഈ പറഞ്ഞ പോലെ ബ്രഷ് പോലും പിന്നീട് കണ്ടിട്ടില്ല.
എല്ലാം തന്നെ ഈ വേൾഡിൽ നിന്ന് പോയി. ഇത് ജസ്റ്റ് ഒരു കഥയാണ് എന്നുള്ള രീതിയിലാണ്, പക്ഷേ ആ കഥയിൽ പറയുന്നത് അവരുടെ മൈൻഡ് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ആ മൈൻഡ് വെച്ച് അവർക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. Such stories played an important part in China's classical education. ഇപ്പം ചൈനയിലെ ക്ലാസിക്കൽ എഡ്യൂക്കേഷൻ, അതായത് ഹിസ്റ്റോറിക്കൽ പാർട്ടായിട്ട് പിള്ളേർ ഇപ്പോഴും ഈ വക സ്റ്റോറീസാണ് പഠിപ്പിക്കുന്നതെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. The books of Confucius and Zhuangzi are full of them. They help the master to guide his disciple in the right direction. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് കോൺഫ്യൂഷ്യസ് ആൻഡ് ജുഹാസി, ഈ രണ്ട് ആൾക്കാർ ഫിലോസഫേഴ്സായിരുന്നു. അവരുടെ ബുക്സിലും പോലും ഇങ്ങനത്തെ കഥകളും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ഡിസൈപ്പിൾസിന് വേണ്ടി, അവരുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് റൈറ്റ് ഡയറക്ഷനിൽ, ഏത് നല്ല ഡയറക്ഷനിൽ പോകണമെന്നുള്ള, ശരിയായിട്ടുള്ള ഡയറക്ഷനിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി ഈ വക കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്ര കഥകൾ അവരുടെ ബുക്സിൻ്റെ അകത്ത് റെഫർ ചെയ്തിട്ടുണ്ട്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബിയോണ്ട് ദി അനക്ഡോട്ട് ദേ ഡീപ്ലി റിവീലിംഗ് ഓഫ് ദ സ്പിരിറ്റ് ഇൻ വിച്ച് ആർട്ട് വാസ് കൺസിഡേർഡ്. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ സ്മോൾ അമ്യൂസിങ് ഓർ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് റിയൽ ഇൻസിഡൻറ്റ്, റിയൽ ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റിയൽ പേഴ്സണിന് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും എന്ന്. അപ്പോൾ ഈ ആ ലാൻഡ്സ്കേപ്പ് പോലെ തന്നെ ഈ കഥകളുടെ കാത്തൊക്കെ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെയിൻറ്റിങ്, ആ സമയത്തെ പെയിൻറ്റിങ്ങിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മൈൻഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഓരോ കഥകളിലും ഓരോ കാര്യങ്ങളായിരിക്കും പറയുന്നത്, പക്ഷേ അത് ആ പെയിൻറ്റിങ്സ് ത്രൂ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു അവർ അതിൻ്റെ ലെസൺസ് അല്ലെങ്കിൽ അവരുടെ മോറൽസ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഈ മൈൻഡിൻ്റെ അകത്ത് വരുന്ന ഓരോ കാര്യങ്ങൾ, അതായത് ആ ചിത്രങ്ങൾ കാണുമ്പോൾ, ആ പെയിൻറ്റിങ്സ് കാണുമ്പം വ്യൂവറിന് ഉണ്ടാകുന്നത് ആ ഒരു ഫീലിംഗ് എന്താണെന്നുള്ള അത് മൈൻഡിനെ വളരെയധികം കൺട്രോൾ ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതുപോലത്തെ തന്നെ വേറെ ഒരു സ്റ്റോറിയാണ്, അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കോൺട്രാസ്റ്റ് ദിസ് സ്റ്റോറി or another famous one about the painter who wouldn't draw the eye of a dragon he had painted for fear it would fly out of the painting. ഈ പെയിൻറ്ററിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഡ്രാഗൺസ് ഒക്കെ വരയ്ക്കുമായിരുന്നു. അപ്പം നമ്മൾ ചൈനീസുകാരുടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പല ഇതിൻ്റെ അകത്തും അവർക്ക് ഡ്രാഗൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഫാക്ടറായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഈ പെയിൻറ്റർ ഡ്രാഗണിൻ്റെ വരയ്ക്കുമായിരുന്നു, പക്ഷേ ഡ്രാഗണിൻ്റെ കണ്ണുകൾ മാത്രം വരയ്ക്കത്തില്ല. എന്തായിരുന്നു പേടിച്ചിരുന്നതെന്ന് വെച്ചാൽ, അതങ്ങ് ഡ്രാഗണിനെ വരയ്ക്കുമ്പോൾ അതിൻ്റെ കണ്ണ് വരച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ആ പെയിൻറ്റിങ്ങിൽ നിന്നും പുറത്തേക്ക് വരും അല്ലെങ്കിൽ പറന്നു പോകും എന്നുള്ള ഒരു പേടി ആ പെയിൻറ്ററിന് ഉണ്ടായിരുന്നു എന്നാണ് അടുത്ത ഈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിക്കകത്ത് അവർ മെൻഷൻ ചെയ്യുന്നത്. വിത്ത് ആൻ ഓൾഡ് സ്റ്റോറി ഫ്രം മൈ നേറ്റീവ് ഫ്ലാൻഡേഴ്സ് that I find more representative of Western painting. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ രണ്ട് തരം പെയിൻറ്റിങ്സിൻ്റെ കമ്പാരിസനാണ് ഇവിടെ തന്നിരിക്കുന്നത്, അതായത് ചൈനീസും വെസ്റ്റേണും. ഇപ്പം ഈ ഒരു ലൈൻ വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നെതാലിൻ ബിലോങ് ടു യൂറോപ്പ്. ഈ ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്നത് ഈസ് എ പ്ലേസ് ഓഫ് മെഡീവൽ കൺട്രി ഇൻ വെസ്റ്റേൺ യൂറോപ്പ്. അപ്പം ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ വെസ്റ്റേൺ ടൈപ്പ് പെയിൻറ്റിങ്ങിൻ്റെയും കൂടെ ഇതിൻ്റെ അകത്ത് സ്റ്റോറി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നെതാലിൻ ഈ കോൺട്രാസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റോറിയിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ അകത്ത് വരുന്ന അടുത്ത സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇൻ 15th century ആൻറ്റ്വേർപ്പ് എന്ന് പറയുന്നത് ബെൽജിയമിലെ നോർത്തേൺ സൈഡിലുള്ള ഒരു സിറ്റിയുടെ പേരാണ്. എ മാസ്റ്റേഴ്സ് ബ്ലാക്ക് സ്മിത്ത് കോൾഡ് ക്വിൻറ്റൻ മെറ്റ്സെ ഫെൽ ഇൻ ലവ് വിത്ത് painter's daughter. The father would not accept a son-in-law in such a profession. ബ്ലാക്ക് സ്മിത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇരുമ്പിൻ്റെ പണിയൊക്കെ ചെയ്യുന്ന ആളിനാണ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് പേരുകളൊക്കെ ടങ് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളാണ്, ഡിഫിക്കൽട്ടായിട്ടുള്ള പേരുകളാണ്. ക്വിൻറ്റൻ എന്ന് പറഞ്ഞ ആൾ, അതായിരുന്നു ബ്ലാക്ക് സ്മിത്ത്.
ഹി ഫെൽ ഇൻ ലവ് വിത്ത് എ പെയിൻറ്റേഴ്സ് ഡോട്ടർ, ഒരു പെയിൻറ്ററിൻ്റെ ഡോട്ടറുമായിട്ടുള്ള അടുപ്പത്തിലായി. പക്ഷേ അവർ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ പെയിൻറ്റർ ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. ബിക്കോസ് ഈ ക്വിൻറ്റൻ ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു, ഇരുമ്പിൻ്റെ പണി ചെയ്യുന്ന ആളായിരുന്നു. ആ പ്രൊഫഷൻ പുള്ളിക്ക് ഇഷ്ടമല്ലായിരുന്നുകൊണ്ട് അവരുടെ മകളുടെ, ആ പെയിൻറ്ററിൻ്റെ മകളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ പുള്ളി സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ക്വിൻറ്റൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, സോ ക്വിൻറ്റൻ സ്നീക്ഡ് ഇൻ ടു ദ പെയിൻറ്റേഴ്സ് സ്റ്റുഡിയോ ആൻഡ് പെയിൻറ്റഡ് എ ഫ്ലൈ ഓൺ ഹിസ് ലേറ്റസ്റ്റ് പാനൽ വിത്ത് സച്ച് എ ഡെലിക്കേറ്റ് റിയലിസം. ഇപ്പം സംഭവിച്ചത് എന്താണെന്ന്, ക്വിൻറ്റൻ എന്തോ ചെയ്തു, പെയിൻറ്ററിൻ്റെ സ്റ്റുഡിയോയ്ക്കകത്ത് എൻ്റർ ചെയ്തിട്ട് ഒരു ഒറിജിനൽ ഫ്ലൈ ആയിട്ട്, അതായത് ഒരു ഒറിജിനൽ ഈച്ചയുടെ പടം, ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പണിതുകൊണ്ടിരിക്കുന്ന പുതിയതായിട്ട് പെയിൻറ്റർ വരച്ചുകൊണ്ടിരുന്നതിൻ്റെ അകത്ത് ഒരു റിയൽ ഒരു ഈച്ചയുടെ പടം ഈ ക്വിൻറ്റൻ ഉണ്ടാക്കി. ആ ഈച്ചയുടെ പെയിൻറ്റിങ് അത്രയ്ക്ക് റിയലായിരുന്നു. അത് പെയിൻറ്റിങ് വരച്ചപ്പോൾ തന്നെ ആ മാസ്റ്റർ, നെക്സ്റ്റ് ഇതിൽ പറയുന്നത്, ദാറ്റ് ദ മാസ്റ്റർ ട്രൈ ടു സ്വാറ്റ് ഇറ്റ് അവേ ബിഫോർ ഹി റിയലൈസ് വാട്ട് ഹാഡ് ഹാപ്പൻഡ്. എന്ത് സംഭവിച്ചു എന്നുള്ളത് പെയിൻറ്റർ ഉള്ളിൽ വന്നപ്പോൾ തന്നെ, അതിൽ കണ്ടപ്പം ഈച്ചയാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സ്വാറ്റ് എന്ന് പറഞ്ഞാൽ ഹിറ്റ് ചെയ്യാനോ അതിനെ അടിക്കാനോ അതിനെ കൊല്ലാനോ ശ്രമിച്ചു. അപ്പോൾ അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു അവത്തിൽ. അത് കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്ത് ഇതൊരു പെയിൻറ്റിംഗ് ആണല്ലോ എന്ന്. ആ പെയിൻറ്റിംഗ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നെക്സ്റ്റ് എന്തായിരുന്നു, ക്വിൻറ്റൻ വാസ് ഇമ്മീഡിയറ്റ്ലി അഡ്മിറ്റഡ് ആസ് എൻ അപ്രൻറ്റിസ് ഇൻ ടു ഹിസ് സ്റ്റുഡിയോ. ഒരു ട്രെയിനിയായിട്ട്, ഒരു ലേണറായിട്ട് ക്വിൻറ്റനെ ആ സ്റ്റുഡിയോയിലേക്ക് പെണ്ണിൻ്റെ ഫാദർ അപ്പോയിൻറ്റ് ചെയ്യുമായിരുന്നു. ഫൈനലി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഹി മാരിഡ് ഹിസ് ബിലവഡ് ആൻഡ് വെൻറ്റ് ഓൺ ടു ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പെയിൻറ്റേഴ്സ് ഓഫ് ഹിസ് ഏജ്. അപ്പം ആ പെയിൻറ്ററിൻ്റെ മകളെ തന്നെ കല്യാണം കഴിച്ചു, സ്നേഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചു. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്ററായിട്ട് മാറി ആ ഒരു കാലഘട്ടത്തിൽ. അപ്പം ഈ രണ്ട് കഥകളും തമ്മിലുള്ള, ചൈനീസും വെസ്റ്റേണും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചൈനീസ് പെയിൻറ്റിങ്ങിൽ കാണുമ്പം വ്യൂവർ ആ ഇമാജിനേഷൻ ലെവലിലേക്ക് പോയിട്ട് അത് ഇമാജിൻ ചെയ്യുന്ന രീതിയിലേക്ക് ആയിപ്പെടുന്നു എന്നാണ്. പക്ഷേ വെസ്റ്റേൺ പെയിൻറ്റിങ്ങിൻ്റെ അകത്ത് വരുന്ന വ്യൂവർ ആ പെയിൻറ്റർ എന്താണ് പെയിൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു പെയിൻറ്റിങ് ആ വ്യൂവറിന് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് തന്നെയായിരിക്കും പെയിൻറ്റർ വരച്ചിരിക്കുന്ന പെയിൻറ്റിങ് തന്നെയായിരിക്കും വ്യൂവർ കാണുന്നതെന്നുള്ളതാണ് ആ ഒരു ഡിഫറൻസ്. മറ്റേതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ വേൾഡിലേക്ക് പോകും. അതെന്താണെന്ന് വെച്ചാൽ ആ മൈൻഡിൻ്റെ ആ ഒരു ഓരോ വ്യൂവേഴ്സ് കാണുന്നത് ആ മൈൻഡിലേക്ക് ഏത് രീതിയിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലേക്കായിരിക്കും ചിന്ത പോകുന്നത്. നേരെ മറിച്ച് വെസ്റ്റേൺ ആണെങ്കിൽ എന്താണ് ആ പെയിൻറ്റർ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പെയിൻറ്റിങ് തന്നെയായിരിക്കും വ്യൂവർ കാണുന്നത്. These two stories illustrate what each form of art is trying to achieve. A perfect illusionistic likeness. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാലിറ്റി ആണെന്നുള്ള ഒരു റിസംബ്ലൻസ് തോന്നുന്ന ഒരു സിറ്റുവേഷൻ. ഇൻ യൂറോപ്പ് ദ എസെൻസ് ഓഫ് ഇന്നർ ലൈഫ് ആൻഡ് സ്പിരിറ്റ് ഇൻ ഏഷ്യ. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അത് തന്നെയായിരിക്കും ആ പെയിൻറ്ററിൻ്റെ ഉദ്ദേശം, അതുപോലെ തന്നെ ആ വ്യൂവർ കാണുന്നതും അത് തന്നെയായിരിക്കുമെന്നാണ്. ചൈനീസിലേക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. നമ്മളൊരു ഫാൻറ്റസി വേൾഡിലേക്ക്, ഒരു ഇല്യൂഷനിലേക്ക് പോകുന്നതായിരിക്കും. നമ്മളില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ഇറങ്ങി നമ്മളത് റിയൽ ആണെന്ന് കണ്ടെത്തി പോകുന്ന ഒരു സിറ്റുവേഷനാണ്. In the Chinese story, the emperor commissions a painting and appreciates its outer appearance, but the artist reveals to him the true meaning of his work. ഇതിൻ്റെ അകത്ത് ചൈനീസ് എംപറർ എന്താണ് കാണുന്നത്, ആ ലാൻഡ്സ്കേപ്പിന് വൂ ഡൗസിയുടെ ലാൻഡ്സ്കേപ്പിൻ്റെ അകത്ത് ഔട്ടർ എന്താണ് മൗണ്ടൻസും കാര്യങ്ങളും എല്ലാം എംപററിന് കാണാൻ പറ്റുന്നത് മാത്രമാണ് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആർട്ടിസ്റ്റ് എന്താണ്, ആ ആർട്ടിസ്റ്റിൻ്റെ മൈൻഡ് നടക്കുന്ന പല കാര്യങ്ങളാണ് അവിടെ ആർട്ടിസ്റ്റ് കാണുന്നത്. അതായത് ഒരു സ്പിരിറ്റ് ഉണ്ടെന്നും അതുപോലെ തന്നെ മൗണ്ടൻ്റെ അടിയിൽ തന്നെ ഒരു കേവ് ഉണ്ടെന്നും ഒരു ഗുഹയുണ്ടെന്നും അത് ക്ലാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ആയിപ്പെടുന്നെന്നും ഒക്കെ ആ ആർട്ടിസ്റ്റിൻ്റെ
അതായത് ആ പെയിൻറ്ററിൻ്റെ മൈൻഡിൽ നടക്കുന്ന ആ ഒരു ഇമാജിനേഷൻ ലെവലാണ് അവിടെ കാണുന്നത്. ദി എംപറർ മേ റൂൾ എവർ ദ ടെറിട്ടറി he conquered, but only the artist knows the way within. ഇതിൻ്റെ അകത്ത് പറയുന്നത് എംപറർ എന്താണെന്ന് ചോദിച്ചാൽ ആ ടെറിട്ടറിയുടെ, അതായത് വിജയിച്ച ടെറിട്ടറിയുടെ മാത്രമേ റൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നേരെ മറിച്ച് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിസ്റ്റ് അതിനുള്ളിലേക്ക് കടന്നു പോലും ഏത് രീതിയിലും കടന്നു പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ ചെറിയൊരു കഥ വെച്ചിട്ട് അവർ ഡിപ്പിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Let me show the way, the dove, and a word that means both the path or the method and the mysterious works of universe. ഇനിയിപ്പം നാത്തലിൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വേ എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുകയാണ്, യൂണിവേഴ്സിലേക്കുള്ള വഴി, അത് മിസ്റ്റീരിയസ് എന്തെല്ലാം രീതിയിലാണ് യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, ഭൂമി ഈ ബ്രഹ്മാണ്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളെന്നുള്ളത് ആ ഒരു വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത ഇതിലേക്ക് പോകുന്നത്. ദ പെയിൻറ്റിംഗ് ഈസ് ഗോൺ ബട്ട് ദി ആർട്ടിസ്റ്റ് ഹാസ് റീച്ച്ഡ് ഹിസ് ഗോൾ ബിയോണ്ട് എനി മെറ്റീരിയൽ അപ്പിയറൻസ്. ആ മെറ്റീരിയൽ അപ്പിയറൻസ് ഇല്ലാതെ തന്നെ ഇപ്പം വൂഡൗസി ഉണ്ടാക്കിയ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അകത്തുനിന്ന് വൂഡൗസി മൈൻഡ് ത്രൂ അതിലേക്ക് എൻ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ആ വൂഡൗസിയുടെ ഗോൾ അച്ചീവ് ചെയ്തു, അതായത് അതിലേക്ക് ഉള്ളിലേക്ക് ചെന്നു, അതിൻ്റെ ബ്യൂട്ടി അഡ്മയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചെന്നു. പിന്നീട് ആ പെയിൻറ്ററിന് തിരിച്ചു വരാനോ മെറ്റീരിയലിസ്റ്റിക് രീതിയിൽ നമുക്ക് കാണാനോ എടുക്കാനോ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. എന്നാൽ പോലും ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി പെയിൻറ്റർ അകത്തേക്ക് പോയി ആ ഗോൾ അച്ചീവ് ചെയ്തു എന്നാണ് ഇതിൻ്റെ അകത്ത് നത്തായൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ലൈനിൽ ഒരു കമ്പാരിസണും കൂടെ റൈറ്റർ നമുക്ക് തരുന്നുണ്ട്. അതായത് എ ക്ലാസിക്കൽ ചൈനീസ് ലാൻഡ്സ്കേപ്പ് ഈസ് നോട്ട് മെൻറ്റ് ടു റീപ്രൊഡ്യൂസ് ആൻ ആക്ച്വൽ വ്യൂ ആസ് വുഡ് എ വെസ്റ്റേൺ ഫിഗറേറ്റീവ് പെയിൻറ്റിങ്. ഇതിൻ്റെ അകത്ത് പറയുന്ന ചൈനീസ് ലാൻഡ്സ്കേപ്പിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ പല പ്ലേസ് എം ടി ആയിട്ടുള്ളതുണ്ട്. അത് വ്യൂവറാണ്, വ്യൂവറിൻ്റെ അത് കാണുന്ന ആൾ, അത് ആ പെയിൻറ്റിങ് കാണുന്ന ആളിൻ്റെ മൈൻഡിൽ കൂടെ പോകുന്ന കാര്യങ്ങളായിരിക്കും ആ എംറ്റിനെസ് ഫില്ല് ചെയ്യുന്നത്, ആ ബ്ലാങ്ക്സ് എല്ലാം ഫില്ല് ചെയ്യുന്നത്. പക്ഷേ നേരെ മറിച്ച് ഒരു വെസ്റ്റേൺ ഫിഗറേറ്റീവ് പെയിൻറ്റിംഗ് ആണെങ്കിൽ, അതായത് വെസ്റ്റേൺ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിയൽ സാധനത്തിനെ ആയിരിക്കും അല്ലെങ്കിൽ റിയൽ ഒരു ഐറ്റമിനെ ആയിരിക്കും അവർ വരയ്ക്കുക. ആ ഒരു റിയാലിറ്റി ആയിരിക്കും ആ ഒരു ക്ലോസ് ടു റിയൽ, അതായത് കണ്ടാൽ വളരെ ഒറിജിനലായിട്ട് തോന്നുന്ന ഒരു പെയിൻറ്റിംഗ് ആയിരിക്കും വെസ്റ്റേണിൽ. ചൈനീസിലാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് അതിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലറായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല അവർ വരയ്ക്കുന്നത്. കുറേ ആ വ്യൂവേഴ്സ് കണ്ടു കഴിയുമ്പോൾ തന്നെ അവരുടെ മൈൻഡിൽ കൂടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്കായിരിക്കും അത് ഫോക്കസ് ചെയ്യുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദ വ്യൂവർ. Whereas the European painter wants you to borrow his eyes and look at a particular landscape exactly as he saw it from a specific angle, the Chinese painter does not choose a single point of view. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ യൂറോപ്യൻ പെയിൻറ്റർ അതാ എങ്ങനെയാണ് ആ ലാൻഡ്സ്കേപ്പ് കാണുന്നതെന്ന് വെച്ചാൽ അത് എക്സാക്ട്ലി അതിലേക്ക്, അതായത് അതിൻ്റെ അകത്ത് മരങ്ങളുണ്ടെങ്കിൽ മരങ്ങൾ ക്ലിയർലി ആയിരിക്കും, ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും അതിൻ്റെ അകത്ത് വരയ്ക്കുന്നത്. പക്ഷേ ചൈനീസ് ആണെങ്കിൽ അവരുടെ വ്യൂ പോയിൻ്റ് ഒരു സിംഗിൾ വ്യൂ പോയിൻ്റ് വെച്ചിട്ടല്ല, അവർ ഏതൊക്കെ ആളുകൾ വന്നിട്ട് ആ പെയിൻറ്റിങ് കാണുന്നു അവരെല്ലാവർക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്കിങ് കാണും, വ്യൂ പോയിൻറ്റും കാണും. ആ വ്യൂ പോയിൻറ്റിൻ്റെ ബേസിസിലായിരിക്കും അവർ ചിന്തിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അവരൊരു പെയിൻറ്റിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ ഇതിൻ്റെ അകത്തുള്ള ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നത്. മറ്റേതിൻ്റെ അകത്ത് യൂറോപ്യൻ പെയിൻറ്റേഴ്സ് എന്താണ് ഒറിജിനാലിറ്റി കൂടുതലായിരിക്കും, അവർ എങ്ങനെയാണ് ഒരു ലാൻഡ്സ്കേപ്പ് കാണുന്നതെന്ന് വെച്ചാൽ അത് അതേപോലെ തന്നെ പകർത്താനാണ് അവർ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് ചൈനീസ് ആണെങ്കിൽ അത് പല സ്ഥലത്ത് എം ടി ആയിട്ട് അവർ വെക്കും. ആൻഡ് അവർ ആ ഒരു സിംഗിൾ വ്യൂ പോയിൻ്റ് അല്ല അവരുടെ, ഒരേപോലെ ഒരു സിംഗിളായിട്ടുള്ള വ്യൂ പോയിൻ്റ് അല്ല കൊടുക്കുന്നത്. ഏതൊക്കെ വ്യൂവേഴ്സ് അത് കാണുമ്പോൾ അവരുടെ മൈൻഡിൽ എന്തൊക്കെ വരുന്നു, അവരുടെ ഇമാജിനേഷൻ ലെവലിലേക്ക് എന്തൊക്കെ വരുന്നു, അതനുസരിച്ചായിരിക്കും ആ പെയിൻറ്റിങ്ങിലേക്ക് അവർ നോക്കുന്നത്. അപ്പോൾ ചൈനീസ് പെയിൻറ്റേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഹിസ് ലാൻഡ്സ്കേപ്പ് ഈസ് നോട്ട് എ റിയൽ വൺ ആൻഡ് യു ക്യാൻ എൻറ്റർ ഇറ്റ് ഫ്രം എനി പോയിൻറ്റ് ദെൻ ട്രാവൽ ഇൻ ഇറ്റ്. ദ ആർട്ടിസ്റ്റ് ക്രിയേറ്റ്സ് എ പാത്ത് ഫോർ യുവർ ഐസ് ടു ട്രാവൽ
and down, then back again in a leisurely movement. ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള മൂമെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതുവഴി വേണേലും ആ പെയിൻറ്റിങ്ങിൻ്റെ അകത്ത് കടക്കാം. അതുപോലാണ് ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ടാക്കുന്നത്. ഏതുവഴി വേണേലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, മുകളിലേക്ക് പോകാം, താഴേക്ക് പോകാം. അതുപോലെ തന്നെ ആ ഏത് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്കത് കാണുന്ന ആളിന് ആ ഒരു സ്വാതന്ത്ര്യം അവർ കൊടുക്കുന്നുണ്ട്. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു പെയിൻറ്റിങ് എൻജോയ് ചെയ്യാം. This is even more true in the case of the horizontal scroll, in which the action of slowly opening one section of painting, then rolling it up to the move on to the other side, adds a dimension of time which is unknown to any other form of painting. ഇതിൻ്റെ അകത്ത് പറയുന്നത് ചൈനീസിൻ്റെ വേറെ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ്, അതായത് റോൾ ചെയ്യുന്ന പെയിൻറ്റിങ്. അത് ഗ്രാജുവലി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഓപ്പൺ ചെയ്യും തോറും ആ വ്യൂവറിൻ്റെ മുമ്പിലേക്ക് ആ പെയിൻറ്റിങ് വരുമ്പോൾ തന്നെ പെയിൻറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കാണുന്ന ആ പെയിൻറ്റിങ് കാണുന്ന ആളിൻ്റെ ഒരു മൈൻഡ് സെറ്റിൻ്റെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യും. ആ മൈൻഡ് സെറ്റിൽ കൂടെ എന്താ ഇമാജിൻ ചെയ്യുന്നതെന്നുള്ള അതിലേക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പല ഡയമെൻഷൻസും കൂടി ആയിരിക്കും ആ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ആ പെയിൻറ്റിങ് വെച്ചിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യുന്ന ഒരു എക്സ്ട്രീം ലെവൽ വരെ നമ്മളെത്തും. അത് ഫുള്ളി ഓപ്പൺ ആവുന്നിടം വരെ. അത് സ്ലോലി ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ആ പെയിൻറ്റിങ് കാണുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം പല കാര്യങ്ങളും നമ്മൾ അന്നേരം തൊട്ട് ചിന്തിക്കാൻ നോക്കും. ഇമാജിനേറ്റീവ് വേൾഡിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അത് കണ്ട് മേളിലോട്ട് പോകും തോറും, അതായത് ആ എൻറ്റയർ പെയിൻറ്റിങ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മൾ വേറെ ഒരു ലെവലിലേക്ക് എത്തും. അപ്പോൾ അങ്ങനത്തെ പെയിൻറ്റിങ്ങും ഈ ഒരു ഡിഫറെൻറ്റ് നമുക്ക് ഒരു ഐഡിയ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഒരു പെയിൻറ്റിങ്ങായിട്ട് മാറുന്നത്. അതിപ്പം ചൈനീസിൻ്റെ വേറെ ഒരു രീതിയിലുള്ള പെയിൻറ്റിങ്ങിൻ്റെ ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ റിക്വയർസ് ദി ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ വ്യൂവർ who decides at what pace he will travel through the painting, a participation which is physical as well as മെൻ്റൽ. ഈ ചൈനീസ് പെയിൻറ്റിങ്ങിൻ്റെ അകത്ത് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ് വ്യൂവറിൻ്റെ ആഗ്രഹിക്കുന്നത്. അതായത് ആ പെയിൻറ്റിങ് കാണുമ്പം ഇപ്പം വൂഡോസിക്ക് സംഭവിച്ച പോലെ തന്നെ ആ പെയിൻറ്റിങ്ങിലേക്ക് പുള്ളി പെയിൻറ്റിങ്ങിലേക്ക് ഇറങ്ങി ചെല്ലുമായിരുന്നു. അതുപോലെ തന്നെ ഇമാജിൻ ചെയ്ത ആ ഇമാജിനേഷൻ വേൾഡ്, ഫിസിക്കൽ മാത്രമല്ല മെൻ്റൽ രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ആ പെയിൻറ്റിങ് കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ക്ലാപ്പ് ചെയ്തപ്പം അതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തതായിട്ട് വൂഡോസിക്ക് തോന്നിയതും അതിലേക്ക് പ്രവേശിച്ചതും ആ ഡോർ ക്ലോസ് ആയതും എന്നേക്കുമായിട്ട് വൂഡോസി അതിലേക്ക് തന്നെ ആ പെയിൻറ്റിങ്ങോട് കൂടി തന്നെ വാനിഷ് ആയതും ഈ കഥയിൽ പറയുന്നുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്താണ് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ് ഈ വ്യൂവറിൻ്റേത്. ഏതൊരു പെയിൻറ്റിങ് ചൈനീസ് പെയിൻറ്റിങ് കാണുമ്പോഴും അതിൽ വേണ്ടിയത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. നമ്മൾ ഇമാജിൻ ചെയ്യണം ആ പെയിൻറ്റിങ് കണ്ടു കഴിഞ്ഞിട്ട് ഏതെല്ലാം രീതിയിലേക്ക് ആ പെയിൻറ്റർ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. കാരണം പല ഏരിയാസ് അൺസീനാണ്. അത് നമ്മളുടെ ഇമാജിനേഷൻ എത്രമാത്രം വൈൽഡായിരിക്കും ആ ഒരു രീതിയിലേക്കായിരിക്കും ആ പെയിൻറ്റിങ്ങിൻ്റെ ആക്ച്വൽ പെയിൻറ്റിങ് എൻജോയ് ആക്ച്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ദി ചൈനീസ് പെയിൻറ്റർ ഡസ് നോട്ട് വാണ്ട് യു ടു ബോറോ ഹിസ് ഐസ്, ഹി വാണ്ട്സ് യു ടു എൻ്റർ ഹിസ് മൈൻഡ്. ഇതിൻ്റെ അകത്ത് ചൈനീസ് പെയിൻറ്റർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനീസ് പെയിൻറ്റർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ് മാത്രമല്ല വ്യൂവർ കാണേണ്ടത്. അതിനപ്പുറം ആ ചൈനീസ് പെയിൻറ്ററിൻ്റെ മൈൻഡ് വരെ റീഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആ പെയിൻറ്റിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. The landscape is an inner one, a spiritual and conception space. Conception space means relation to an abstract representation. ആ മൈൻഡിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിയലായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിൽ ആ ഒരു പിക്ചറല്ല വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഇന്നറായിട്ട്, അതായത് ആ സമയത്ത് ആ പെയിൻറ്ററിന് തോന്നുന്ന സ്പിരിച്വലി ആ പെയിൻറ്ററിന് തോന്നുന്നതായിരിക്കും ഒരു പക്ഷേ ആ പെയിൻറ്റിങ്ങിൽ വരുന്നത്. അത് വ്യൂവർ കണ്ടിട്ട് വേണം ആ മൈൻഡിലേക്ക് ഇറങ്ങി ചെല്ലാനും ആ മൈൻഡ് സെറ്റ് മൊത്തം ആ ഒരു ഇമാജിനറി ലെവലിലേക്ക് പോകാനും എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പെയിൻറ്റർ അതല്ല ഉദ്ദേശിക്കുന്നത്, കാണുന്നതല്ല വരയ്ക്കുന്നത്. ഒരുപക്ഷെ പെയിൻറ്റർ വരയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ അതായിരിക്കും
വരയ്ക്കുന്നത്. അപ്പം വ്യൂവേഴ്സിനോട് ആവശ്യപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആ പെയിൻറ്റർ ഉദ്ദേശിക്കുന്ന ആ ഒരു മനസ്സ് റീഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആ പെയിൻറ്റിങ്ങിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. അത് ഫിസിക്കലി മെൻ്റലി ആ ഒരു രീതിയിൽ വേണം അത് കാണാൻ. This concept is expressed as shanshui, literally mountain water, which is used together represent the water word landscape. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇപ്പം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മളോട് ഇപ്പം ഒരു പെയിൻറ്റിങ് വരയ്ക്കാൻ പറയാം, ഒരു ലാൻഡ്സ്കേപ്പ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ് വരയ്ക്കുന്നത്? ആദ്യമേ എല്ലാ പിള്ളേരുടെ ഒരു കൺസെപ്റ്റ് എന്താണ്? ഒരു മൗണ്ടൻ വരയ്ക്കും, ഒരു വെള്ളം വരയ്ക്കും, മൗണ്ടൻ്റെ അകത്തുനിന്ന് ഒരു വാലി പോകുന്നതായിട്ട്, അല്ലെങ്കിൽ വെള്ളം ഒരു നമ്മുടെ കേരളത്തിലെ പിള്ളേരാണെങ്കിൽ ഒരു തെങ്ങും കാര്യങ്ങളും എല്ലാം വരയ്ക്കും, ഒരു സൂര്യനെ വരയ്ക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ്. പക്ഷേ എല്ലായിടത്തും ഈ മൗണ്ടനും ഈ വെള്ളവുമുള്ള ആ ഒരു കാര്യം ഈ ലാൻഡ്സ്കേപ്പിൻ്റെ അകത്ത് കാണും. മിക്കവാറും എല്ലാത്തിൻ്റെ അകത്തും ഈ ലാൻഡ്സ്കേപ്പിൻ്റെ അകത്ത് ലാൻഡ്സ്കേപ്പ് വരയ്ക്കാൻ പറയുമ്പോൾ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അപ്പം അത് തന്നെയാണ് ഈ ചൈനീസ് കൺസെപ്റ്റ് എന്ന് പറയുന്നതും. അത് ഷാൻസു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള രീതിയിൽ മൗണ്ടൻ വാട്ടർ എന്നാണ് അത് ഡിപ്പിക്റ്റ് ചെയ്യുന്നത്, റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ലാൻഡ്സ്കേപ്പിൻ്റെ അകത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ അതിൻ്റെ പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മളും അതുപോലെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം പറയുവാണ്, ഒരു കൊച്ചിനോട് പറയുവാണ്, സ്കൂളുകളിൽ നമ്മൾ വരച്ചിട്ടുണ്ടാകാം ഒരു പക്ഷേ ഒരു മരം വരയ്ക്കും, മൗണ്ടൻ വരയ്ക്കും, ഇടയ്ക്കൂടെ വെള്ളം പോകുന്നതായിട്ട് വരയ്ക്കും. അപ്പോൾ അത് തന്നെയാണ് ലാൻഡ്സ്കേപ്പിൻ്റെ അകത്ത് ഇവർ പറയുന്നത്. ഇവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് ഷാൻഷുയി കൂടെയാണ്. അത് ദാറ്റ് ഈസ് മൗണ്ടൻ വാട്ടർ. അത് രണ്ടിൻ്റെ കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. More than two elements of an image, these represents two complementary poles of reflecting the Taoist view of the universe. ഇപ്പം ഡാവോയിസ്റ്റ് വ്യൂ ഓഫ് യൂണിവേഴ്സിന് പോലും ഈ പറഞ്ഞ പോലെ രണ്ട് കോംപ്ലിമെൻ്ററി, രണ്ട് ഓപ്പോസിറ്റ് സൈഡ് പോൾസിൻ്റെയാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് എന്താ, എല്ലാവരുടെ എന്തോന്നതിൻ്റെ അകത്ത് എല്ലാവരുടെ പെയിൻറ്റിങ്ങിൻ്റെ അകത്ത് മിക്കവാറും വരുന്നത് മൗണ്ടനും റിവറുമാണ്. ഈ രണ്ട് കോംപ്ലിമെൻ്ററി പോൾസിനെ പറ്റിയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇത് ഇവരുടെ ഡാവോയിസ്റ്റ് വ്യൂ യൂണിവേഴ്സിൻ്റെ ഒരു എൻറ്റയർ ഡാവോയിസ്റ്റ് വ്യൂവിൻ്റെ അകത്ത് പോലും ഈ രണ്ട് എലിമെൻറ്റിനെ പറ്റി, രണ്ട് ഇമേജിനെ പറ്റി അവർ ഇമ്പോർട്ടൻ്റ്ലി അത് പറയുന്നുണ്ട്. ഡാവോയുടെ വ്യൂ പ്രകാരം യൂണിവേഴ്സലിൽ നമ്മുടെ ഈ എൻറ്റയർ രണ്ട് കാര്യങ്ങളാണ് ഇമേജ് ഇമ്പോർട്ടൻസ് പറയുന്നത്. അത് നെക്സ്റ്റ് ലൈൻസിൽ നമുക്ക് റൈറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. The mountain is yang, reaching vertically towards heaven, stable, warm and dry in the sun, while the water is yin, horizontal and resting on the earth, fluid, moist and cool. ഇതിനകത്ത് രണ്ട് യാങ്ങും യിങ്ങും രണ്ട് യിന്നും രണ്ട് ഇമേജസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് മൗണ്ടൻ ആണ് വേർട്ടിക്കലി ടുവേർഡ്സ് ഹെവൻ, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഹെവനിലേക്ക് എന്ന് പറഞ്ഞാൽ സ്കൈയിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന പോലെ വളരെ സ്റ്റേബിളായിട്ടും വാമായിട്ട് നിൽക്കും. ഡ്രൈ ഇൻ ദ സൺ, സൂര്യൻ്റെ കിരണങ്ങൾ അടിക്കുന്നതുകൊണ്ട് അത് വളരെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നു. വൈൽ ദ വാട്ടർ ഈസ് യിൻ, വെള്ളം റിപ്രസെൻറ്റ് ചെയ്യുന്ന യിൻ ആയിട്ടാണ് അവർ പറയുന്നത്. ചൈനീസ് കൺസെപ്റ്റ് ആണല്ലോ. അപ്പം ഹൊറിസോണ്ടൽ ആൻഡ് റെസ്റ്റിംഗ് ഓൺ എർത്ത്, ഭൂമിയിലേക്ക് റെസ്റ്റ് ചെയ്യുന്നതാണ്, ഫ്ലൂയിഡാണ്, മോയിസ്റ്റാണ് ആൻഡ് വളരെ കൂളായിട്ടുള്ളതാണ് എന്ന്. നെക്സ്റ്റ് ലൈൻസിൽ വന്നിട്ട് റൈറ്റർ നമുക്ക് രണ്ട് രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി ഇൻട്രാക്ഷൻ ഓഫ് യിൻ, ദ റിസെപ്റ്റീവ് ഫെമിനിൻ ആസ്പെക്റ്റ് ഓഫ് യൂണിവേഴ്സൽ എനർജി. യൂണിവേഴ്സൽ എനർജിയിൽ യിൻ എന്ന് പറയുന്നത് ആ വാട്ടറി എലിമെൻറ്റിലാണ് വളരെ, അതൊരു ഫെമിനിൻ ആസ്പെക്റ്റായിട്ടാണ് എടുക്കുന്നത്. ആൻഡ് ഇറ്റ്സ് കൗണ്ടർ പാർട്ട് യാങ്, ആക്റ്റീവ് ആൻഡ് masculine is cause of fundamental notion of Taoism. Taoismൻ്റെ അകത്ത് പറയുന്നത് ഈ yin എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെള്ളം, അതൊരു ഫെമിനിൻ, ഒരു സ്ത്രീയുടെ ആ ഒരു ഫെമിനിൻ ജെൻഡറായിട്ടാണ് അവരെടുക്കുന്നത്. അതുപോലെ തന്നെ യാങ്ങിനെ, മാസ്കുലിൻ, വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർ മൗണ്ടൻ പാർട്ടിനെയാണ് അത് മാസ്കുലിനായിട്ടും അവർ ഈ ഡാവോയിസത്തിനകത്ത് ബേസിസ് പറയുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിൽ മാത്രമല്ല, അല്ലാതെ പോലും ഈ ഡാവോയിസത്തിനകത്ത് അവർ ഫെമിനിനും മാസ്കുലിനായിട്ട് രണ്ട് ഡിഫറെൻറ്റ് രീതിയിലാണ് അത് ആ ഒരു പിക്ചറിനെ അല്ലെങ്കിൽ ആ ഒരു
എനർജിയെ പോലും അവർ ഈ ഷാൻഷുയിക്കകത്തുള്ള എനർജിയെ പോലും അവർ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ഓഫൻ ഓവർലുക്ഡ് ഈസ് എൻ എസെൻഷ്യൽ തേർഡ് എലിമെൻറ്റ്, ദ മിഡിൽ വോയിഡ് വേർ ദർ ഇൻട്രാക്ഷൻ ടേക്സ് പ്ലേസ്. ഇപ്പം യിൻ എന്താണെന്നും യാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അല്ലേ. യിൻ എന്ന് പറഞ്ഞാൽ റിവറാണ്, വാട്ടറാണ്. യാൻ ഇസ് ദി മൗണ്ടൻ പാർട്ട്. ഇത് രണ്ടിൻ്റെ ഒരു ഇടയ്ക്കത്തെ മീറ്റിംഗ് പ്ലേസിനാണ് ഈ വോയിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ് തേർഡ് എലിമെൻ്റായിട്ട്, എസെൻഷ്യൽ എലിമെൻ്റായിട്ട് ഇവിടെ പറയുന്നത്. അതാണ് ഇവരുടെ ഈ യിന്നിൻ്റെയും യാനിൻ്റെയും ഇൻട്രാക്ഷൻ പാർട്ടായിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് വോയിഡ്. This can be compared with the yogic practice of pranayama. പ്രാണായാമം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്താ ബ്രീത് ഇൻ ബ്രീത് ഔട്ട് ആണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ആ ഒരു കമ്പാരിസൺ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത്. ബ്രീത് ഇൻ റീറ്റെയിൻ, ബ്രീത് ഔട്ട്. ദ സസ്പെൻഷൻ ഓഫ് ബ്രീത് ഇൻ ഈസ് ദ വോയിഡ്, ദ എംറ്റി വേക്കൻ. വോയിഡ് മീൻസ് എംറ്റി പ്ലേസ് അല്ലെങ്കിൽ വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലം വേർ മെഡിറ്റേഷൻ ഒക്കേഴ്സ്. മെഡിറ്റേഷൻ ഉണ്ടാകുന്നത് ആ ഒരു പോയിന്റിലാണ്. അപ്പം ബ്രീത് ഇൻ ബ്രീത് ഔട്ട് ചെയ്യാൻ പ്രാണായാമം ചെയ്യുന്ന ആ ഒരു യോഗിക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വോയിഡ് എന്ന് പറയുന്ന ആ ഒരു എംറ്റി ഫീലിംഗ് ആ സമയത്ത് ഉണ്ടാകുന്ന അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു തേർഡ് എലിമെൻ്റ് എന്ന് പറഞ്ഞ് അത് അതിൻ്റെ അകത്ത് കമ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു. ബ്രീത് ഇൻ ചെയ്തിട്ട് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്ന ആ ഒരു സമയമാണ് വോയിഡ് എന്ന് ഈ ദാവോയിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കമ്പാരിസൺ ഈസിയാക്കി റൈറ്റർ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രീത് ഇൻ ചെയ്തിട്ട് നമ്മൾ ആ ശ്വാസം നിർത്തി വെക്കുന്ന സമയം, പിന്നെ ബ്രീത് ഔട്ട് ചെയ്യുന്നതും, ഈ രണ്ട് ബ്രീതിനും ബ്രീത് ഔട്ടിൻ്റെ ഇടയ്ക്കത്തെ സമയമാണ് ഈ വോയിഡ് എന്ന് പറയുന്ന സമയം. അത് ആണ് ആ സമയത്താണ് നമുക്ക് മെഡിറ്റേഷൻ, കാരണം ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ സമയത്താണ് ആ മെഡിറ്റേഷൻ ഉണ്ടാകുന്നത്. The middle void is essential. Nothing can happen without it. Hence, the importance of the white, unpainted space in Chinese landscape. അതാണ് ഈ ചൈനീസ് ലാൻഡ്സ്കേപ്പ് വരയ്ക്കുമ്പം വളരെ അധികം സ്പേസ് ഉള്ള സ്ഥലം, അതായത് ഒന്നും വരച്ചിട്ടില്ലാത്ത വെള്ളയായിട്ടുള്ള ഇട്ടിരിക്കുന്ന അൺപെയിൻറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെ നമ്മുടെ ഇമാജിനേഷൻ, അതായത് വ്യൂവറിൻ്റെ ഇമാജിനേഷനാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതാണ് വോയിഡ് പ്ലേസ്. അതാണ് ഈ പറഞ്ഞ എസെൻഷ്യലായിട്ടുള്ള നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ആ പെയിൻറ്റർ വൈൽഡായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ചൈനീസ് പെയിൻറ്റിങ്ങിൻ്റെ അകത്ത് മിക്ക സ്ഥലങ്ങളിൽ വൈറ്റായിട്ട് കിടക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. അതായത് വ്യൂവർ എങ്ങനെ വേണേലും ആ ഒരു ഇമാജിനേഷൻ ലെവലിലേക്ക് പോയിട്ട് അവിടെ എന്ത് വേണേലും ചിന്തിക്കാം, അത് ആ ഒരു പെയിൻറ്റിങ്ങിൽ ഇമാജിൻ ചെയ്തെടുക്കാം. This is also where man finds a fundamental role. ഇപ്പം യിൻ യാൻ എല്ലാം നമ്മൾ വോയിഡിനെ പറ്റി പറഞ്ഞു. ആ വോയിഡാണ് മാൻ എന്നാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതായത് റൈറ്റർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾസോ where man finds a fundamental role. In that space between heaven and earth, he becomes the conduit of communication between both poles of universe. യൂണിവേഴ്സിൻ്റെ രണ്ട് പോൾസ്, അതായത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ നടുക്ക് ഉള്ള ആ വോയിഡ് സ്പേസ് ആണ് മാൻ. മനുഷ്യനാണ് അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇടയ്ക്കുനിന്ന് നടത്തുന്ന വോയിഡ് പോയിൻ്റ്. കോൺഡ്യൂയിറ്റ് മീൻസ് ദ ചാനൽ, ദ ബ്രിഡ്ജിങ് ഈസ് ഡൺ ബൈ മാൻ. അതാണ് ഇവിടെ ആ ഒരു മാൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ പറയുന്നത്. അടുത്ത ലൈൻസിലെല്ലാം മനുഷ്യൻ എന്താണ്, ആ വോയിഡ് ആണെന്ന് പറഞ്ഞല്ലോ മനുഷ്യന്. ആ മനുഷ്യൻ്റെ ഇമ്പോർട്ടൻസ് അത് എസെൻഷ്യൽ ആണെന്നുള്ളത് രീതിയിലാണ് ഇപ്പോൾ ഇനി അടുത്ത ലൈൻസിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന റൈറ്റർ. ഹിസ് പ്രസൻസ് ഇസ് എസെൻഷ്യൽ ഈവൻ ഇഫ് ഇറ്റ്സ് ഓൺലി സജസ്റ്റഡ്, ഫാർ ഫ്രം ബീയിങ് ലോസ്റ്റ് ഓർ oppressed by the lofty peaks. He is the Francois Cheng's wonderful expression, the eye of the landscape. ഫ്രാങ്കോയിസ് ചെങ്ങിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു, വളരെ വലിയ റൈറ്ററാണ്. പുള്ളിയുടെ ഈ പറഞ്ഞ പോലത്തെ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഐ ഓഫ് ദ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് മനുഷ്യനെ. അതായത് മനുഷ്യൻ്റെ എഫേർട്ടും കൊണ്ട് ഈ എന്താ പറയുന്നത്, യിങ്ങിനെയും യാങ്ങിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒപ്രസ്ഡ് മീൻസ് വറീഡ്, ലോഫ്റ്റി പീക്സ് എന്ന് പറഞ്ഞാൽ ഹൈ പീക്സ്. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ബേസിക്കലി റൈറ്റർ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. ഈ എല്ലാ ഈ ലോകത്ത് ദൈവം എല്ലാവരെയും ഈ പറഞ്ഞ പോലെ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. അപ്പം ആ ദൈവം മനുഷ്യനെ പോലും സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉപയോഗിച്ചിട്ട് അതിനെ നല്ല രീതിയിൽ അത് സംരക്ഷിക്കാനും അതുപോലെ തന്നെ അതിനെ പെർസ്പെക്റ്റീവ്സ് ഏതൊരു രീതിയിലാണ് കാണുന്നത് അത് നല്ല ബെറ്ററായിട്ടുള്ള രീതിയിൽ അത് അതിനെ വരച്ചെടുക്കാനും മനുഷ്യന് സാധിക്കണം. വരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു കലാകാരൻ വരയ്ക്കുന്ന ഒരു ഇപ്പം മൗണ്ടൻസായി റിവേഴ്സായി എല്ലാ കാര്യങ്ങളും വരയ്ക്കുന്നത് അത് കാണുന്നുണ്ടായിരിക്കാം അല്ലേ. അത് കണ്ട് അതിൻ്റെ മനുഷ്യൻ്റെ ചിന്താഗതിയിൽ അപ്പുറം ഒന്നുമില്ലല്ലോ എന്ന് എല്ലാവരും പറയുന്ന രീതിയിലാണ്. പക്ഷേ ആ ചിന്താഗതി പോലും നല്ല രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ആ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും വരയ്ക്കുമ്പോൾ ആൾക്കാരിലേക്ക് നല്ല ചിന്തകൾ എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഈ മനുഷ്യനാണ് ഇതിൻ്റെ വോയിഡ് പോയിൻ്റ് ആയിട്ടുള്ളത്. മനുഷ്യൻ വേണം മനുഷ്യൻ്റെ കാഴ്ചപ്പാട് മാറിയിട്ട് വേണം എല്ലാത്തിനെയും സംരക്ഷിക്കാനും എല്ലാ രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാ ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെ എല്ലാം സംരക്ഷിക്കാൻ പറ്റണം മനുഷ്യനെ കൊണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോറൽ റൈറ്റർ നമുക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. After the chapter, there is one article in this, getting inside outsider art. ഗെറ്റിംഗ് ഇൻസൈഡ് ഔട്ട്സൈഡ് ആർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഹിന്ദുസ്ഥാൻ ടൈംസിലുള്ള ആർട്ടിക്കിളാണ്. ബൃന്ദ സൂരിയാണ് 2005 ഓഗസ്റ്റ് 28 ഈ ഇത് പബ്ലിഷ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ അൺട്രെയിൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ പറ്റിയാണ്. അവർ ചിലപ്പോൾ എക്സെപ്ഷനലി എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ആർട്ട് ചെയ്ത് കഴിയുമ്പം അത് ശ്രദ്ധയിൽപ്പെടുന്നതാണ്. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകാരുണ്ട്, പക്ഷേ എല്ലാവരും ട്രെയിൻഡ് ആയണമെന്നില്ല. എല്ലാവർക്കും ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചില ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം അതിനെ പറ്റിയാണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നത്. അത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഓടിച്ചൊന്ന് നോക്കാം. When French painter Jean Dubuffet mooted the concept of art bird ഒരു ഫ്രഞ്ച് ടേമാണ്. അതിൻ്റെ മീനിങ് ഈ റോ ആർട്ട് എന്നാണ്. അതായത് ഒരു ട്രെയിനിങ്ങും ഒന്നും ഇല്ലാത്ത ഒരു ആർട്ട്, അല്ലെങ്കിൽ ഒരു നമുക്ക് ആർട്ട് സ്കൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, കോളേജസ് ഉണ്ട്, ആർട്ടിൻ്റെ എല്ലാം. അപ്പം അത് ഒരു ട്രെയിനിങ്ങും ഇല്ലാത്ത ഒരു റോ ആർട്ട്, പച്ചയ്ക്കുള്ള ആർട്ട്. അതായത് ആ റൈറ്റർ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇപ്പം മോഡേൺ ആർട്ടിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും, ചിലപ്പോൾ ഒരു വര അല്ലെങ്കിൽ 2 വര വരച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനെ ഇപ്പം വ്യൂവേഴ്സ് ഏത് രീതിയിലാണ് കാണുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യും. മനസ്സിലായി? അപ്പം അതിൻ്റെ ചിലപ്പം ചിലർ പറയും അത് പ്രോഗ്രസ്സിനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അതൊന്നും ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച്. അതേപോലെ തന്നെ ഒരു തരം ഒരു സ്കൂളിലോ കാര്യങ്ങളോ ഒരു ട്രെയിനിങ്ങിനും പോകാത്ത ഒരു റോ ആർട്ടിനെയാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ആർട്ട് ബ്രൂട്ട്. ദാറ്റ് ഈസ് ഫ്രഞ്ച് വേർഡ്. In 1940s, the art was of the untrained visionary was minor interest. ആൾക്കാർ അത്രയും ശ്രദ്ധയപ്പെടുന്ന സാധനം അല്ലായിരുന്നു ഈ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്, അതും ഈ അൺട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ. ഫ്രം ഇറ്റ്സ് ഓൾമോസ്റ്റ് veiled beginning, outsider art has gradually become the fastest growing area of interest in contemporary art internationally. പതുക്കെ ഓരോ എക്സെപ്ഷണലായിട്ടുള്ള ചില പെയിൻറ്റിങ് കാരണം ഓരോരുത്തർ ഫേമസ് ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണലി ഒരു കണ്ടംപററി ആർട്ടായിട്ട് തന്നെ അത് പുറത്ത് വന്നത്, അത് ആ ഒരു ഏരിയ ഗ്രോ ചെയ്തത്. This genre is described as the art of those who have no right to be artists, as they have received no formal training yet show talent and artistic insight. Their works are stimulating contrast to a lot of mainstream offerings. Around the time Dubuffet was profounding his concept of India and tutorial genius was creating paradise. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ ഡുബിഫെറ്റ് എന്ന് പറഞ്ഞാൽ 1940s ഈ റോ ആർട്ട് തുടങ്ങിയത്. ആ റോ ആർട്ട് അപ്പം അതുപോലത്തെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഒരു ഫോർമൽ ട്രെയിനിങ്ങോ കാര്യങ്ങളോ അവർക്ക് കിട്ടിയിട്ടില്ല.
പക്ഷേ അവർ നല്ല ടാലൻറ്റഡ് ആണ്. അവരുടെ സ്ട്രീം ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീമിലെ ആൾക്കാർ വരയ്ക്കുന്ന ഒരു സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഏത് രീതിയിലായിരിക്കണം എന്നുള്ള പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടിയതായതുകൊണ്ട്. പക്ഷേ ഈ റോ ആർട്ടിസ്റ്റുകൾക്കൊന്നും ഒരു ട്രെയിനിങ്ങും കിട്ടാത്തതുകൊണ്ട് അവരുടെ മനസ്സിൽ വരുന്ന അവരുടെ ആ ഒരു ടാലൻറ്റ് അവരുടെ കാഴ്ചപ്പാടിൽ വരുന്നതായിരിക്കും അവർ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു ജീനിയസ് അതേപോലെ ഒരു പാരഡൈസ് ഒരു സ്വർഗം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് പറയുന്നത്. Years ago, the little patch of jungle that he began clearing to make himself a garden sculpted with stone, recycled material is known as the world today as the rock garden at Chandigarh. ചണ്ഡീഗറിൽ ഈ റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതൊരു എന്താ പറയുന്നത്, ഒരു കൊച്ചു ജംഗിൾ പോലെ ആയിരുന്നു, വളരെ കാട് പിടിച്ച സ്ഥലമായിരുന്നു. ഒരാൾ അത് മൊത്തം വൃത്തിയാക്കിയിട്ട് അത് രൂപങ്ങൾ, പല രീതിയിലുള്ള രൂപങ്ങൾ അവിടെ സ്ഥാപിച്ചു. ഈ പറഞ്ഞ പോലെ സ്റ്റോണൊക്കെ വെച്ചിട്ടും റീസൈക്കിൾഡ് ആയിട്ടുള്ള പല മെറ്റീരിയൽസ്, അതായത് കുപ്പിവളകൾ പൊട്ടിയത് അല്ലെങ്കിൽ മിറേഴ്സ് പൊട്ടിയത്, അതൊക്കെ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ കല്ലും എല്ലാം വെച്ചിട്ടാണ് ഈ പറയുന്നത് മനുഷ്യരൂപം പോലെ, അതായത് സ്കൾപ്ചേഴ്സ് കുറേ ഉണ്ടാക്കിയത്. ഗാർഡൻ്റെ അകത്ത് മനുഷ്യരൂപം പോലെ കുറേ നിൽക്കുന്നത്, ആൾക്കാരെ ഉണ്ടാക്കുന്നത് എല്ലാം ഈ അൺയൂസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ റീസൈക്കിൾഡ് ആയിട്ടുള്ള ചിലത് ഈ പൊട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് എൻറ്റയർലി, ബാംഗിൾസൊക്കെ പൊട്ടിയത് വെച്ചിട്ട്, അവിടുത്തെ കുപ്പിവളകളൊക്കെ പൊട്ടിയത് വെച്ചിട്ടാണ് മിക്കവാറും ഈ പ്രതിമകൾ പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. Its 80-year-old creator, director Nek Chand is now hailed as India's biggest contributor to outsider art. The 50th issue, spring 2005 of Raw Vision, a UK-based magazine pioneer in outsider art publications, featured Nek Chand and his rock garden sculpture, Women by the Waterfall, on its anniversary issue cover. ഈ UK ബേസ്ഡ് ആയിട്ടുള്ളൊരു മാഗസീനാണ്. അതിൻ്റെ അകത്ത് റോ വിഷൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു എഡിഷൻ്റെ അകത്ത് 50th എഡിഷൻ്റെ അകത്ത് ആനിവേഴ്സറി സംബന്ധിച്ചിട്ട് ഈ റോക്ക് ഗാർഡൻ്റെ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ നെയ്ക് ചന്ദ് എന്ന് പറഞ്ഞ ആളാണ് ഈ റോക്ക് ഗാർഡൻ ഇതേപോലെ വൃത്തിയാക്കിയിട്ട് ആ ഒരു എന്താ പറയുക റോ ഔട്ട്സൈഡർ ആർട്ട് എന്ന് പറഞ്ഞ പുതിയൊരു കൺസെപ്റ്റ് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു സ്കൾപ്ചറാണ് വുമൻ ബൈ ദ വാട്ടർഫാൾ. അതിൻ്റെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവരുടെ ഈ 50th ആനിവേഴ്സറി ഇഷ്യൂ കവറിൻ്റെ അകത്ത് ആണ് ഈ നെയ്ക് ചന്ദിനെ പറ്റി എല്ലാം ഈ മാഗസിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്തത്. The notion of art brew and raw art was of works that were in their raw stage as regards cultural and artistic influences. Anything and everything from a tin to sink to a broken down car could be material for a work of art, something Nek Chand has taken its dizzying heights. അപ്പം ഇതിൻ്റെ അകത്ത് പറയാം, നമ്മളിപ്പം യൂട്യൂബിലൊക്കെ നോക്കുവാണെങ്കിൽ പലരും യൂസ് ചെയ്ത കാര്യം ഈ പറഞ്ഞ പോലെ റീസൈക്കിൾ ചെയ്യുന്നത് നമ്മൾ ഓരോ ആർട്ട് വർക്കെല്ലാം ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കാം. പല ബോട്ടിൽ വെച്ച് ഓരോ ആർട്ട് ഉണ്ടാക്കും, പൊട്ടിപ്പറഞ്ഞ സാധനങ്ങൾ വെച്ചുണ്ടാക്കും. ആ ഒരു കൺസെപ്റ്റ് തന്നെ സത്യം പറഞ്ഞാൽ വന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. നെയ്ക് ചന്ദാണ് അതിൻ്റെ പുറകിലെന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു പൊട്ടിയ ടിന്നാണെങ്കിലും വാഷ് ബേസിൻ ഒരു പൊട്ടിയതാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാറിൻ്റെ എവിടെയെങ്കിലും ബ്രോക്കൺ ആയിട്ടുള്ള കാറിൻ്റെ ഏതെങ്കിലും പാട്ട് വെച്ചിട്ടാണെങ്കിലും അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള ആ ഒരു വൈൽഡ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ആ ഒരു ആർട്ടിനെ പ്രൊമോട്ട് ചെയ്തത് തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണെന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. Recognizing his art as an outstanding testimony of the difference a single man can make when he lives his dream, the Swiss Commission for UNESCO will be honoring him by way of European exposition of his works. The 5 months interactive show, Realm of Nek Chand, beginning October, will be held at leading museums in Switzerland, Belgium, France and Italy.
The biggest reward is walking through the garden and seeing people enjoy my creation, Nekchand says. ഇതിൻ്റെ അകത്ത് പറയുന്നത് നേക്ചന്ദിന് വലിയൊരു അവാർഡായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് യുനെസ്കോ തീരുമാനിച്ചു, സ്വിസ് കമ്മീഷൻ യുനെസ്കോ തീരുമാനിച്ചു ഓണർ ചെയ്യാനായിട്ട്. അതുപോലെ 5 months ഒരു ഇൻറ്ററാക്റ്റീവ് ഷോ ആണ് പല സ്ഥലങ്ങളിലായിട്ട്, മ്യൂസിയമിൽ, സ്വിറ്റ്സർലൻഡിൽ, ബെൽജിയമിൽ, ഫ്രാൻസിൽ, ഇറ്റലിയിലും കാര്യങ്ങളുമെല്ലാം ചെയ്ത്. അപ്പം നേക്ചന്ദിൻ്റെ വേർഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ സന്തോഷം പുള്ളിക്ക് കിട്ടുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ഗാർഡനിൻ്റെ അകത്തൂടെ, റോക്ക് ഗാർഡനിൻ്റെ അകത്തൂടെ ആൾക്കാർ വളരെ സന്തോഷത്തോടെ പോകുമ്പം നേക്ചന്ദിൻ്റെ ആ ഒരു ക്രിയേഷൻ കണ്ട് എൻജോയ് ചെയ്യുന്നതാണ് പുള്ളിക്ക് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള റിവാർഡ് എന്നാണ് നേക്ചന്ദിൻ്റെ വേർഡ്സിൽ പറയുന്നത്. അന്നേരം ഇതും കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ട്രെയിനിങ് കിട്ടാത്ത ഒരാൾ പോലും അത്രയ്ക്ക് നല്ലതായിട്ട് ആർട്ടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നാണ്. അതാണ് നേക്ചന്ദിൻ്റെ ഏറ്റവും വലിയ റിവാർഡായിട്ട് വന്ന് നിൽക്കുന്നത്. കാരണം പുള്ളിക്ക് വേറെ ഒരു രീതിയിലുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല, ഒരു സ്കൂളിലോ കാര്യങ്ങളല്ല. പക്ഷേ പുള്ളിയുടെ ആ ഒരു ഡ്രീംസ്, ആ ഒരു വൈൽഡ് രീതിയിൽ പുള്ളി ചിന്തിച്ചത് അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട്, അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടും ആ ഒരു ഗാർഡൻ സെറ്റപ്പ് ചെയ്യാനുള്ള ആ എൻറ്റയർ പുള്ളിയുടെ പ്രയത്നത്തിനെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പം വിത്ത് ദിസ് വി കം ടു ദി എൻഡ് ഓഫ് ദി ചാപ്റ്റർ. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും കാര്യങ്ങളും എല്ലാം LTM സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കല്ല. താങ്ക് യു വെരി മച്ച്.